നമ്മളെ നാട്ടില് ഇവരൊക്കെ പണിക്ക് വന്നിട്ട് പിന്നെ ഇവർക്ക് ഇവിടെ എന്ന് പറഞ്ഞാല് സുന്ദരാണ്. അപ്പൊ അവരെ നാട്ടിൽ പറഞ്ഞാല് ചെറിയ കായുള്ളൂ. പക്ഷെ നമ്മളെ സാധനങ്ങൾക്കും പലതരം സാധനങ്ങൾക്കും എന്തെന്നെ ആയിക്കോട്ടെ അവിടെ വില കുറവാട്ടോ. പക്ഷെ കൂലിക്കായൊക്കെ അവിടെ കുറവാണ്. ഇവര് പറയണത് ഇവിടെ വന്നു കഴിഞ്ഞാല് സ്വർഗ്ഗാണ്. കാരണം എല്ലാ ദിവസവും പണി ഉണ്ടാവും എന്നൊക്കെ പറയണത്. അപ്പൊ നമ്മൾക്ക് അവരോട് ചോദിച്ചാൽ എന്തൊക്കെ അവിടുത്തെ കാര്യങ്ങള് പണികൾ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ പണിക്കൂലി എന്തൊക്കെയാ, എത്രയൊക്കെയാണ് കിട്ടുന്നതൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ, നിങ്ങളെ നാട്ടില് നിങ്ങളിപ്പോ നിങ്ങളുടെ കേരളത്തേക്ക് പണിക്ക് വന്നിക്കാണ്, ഇവിടെ എങ്ങനെ സുഖാണോ? പിന്നെ ഇവിടുത്തെ പണിയൊക്കെ സുഖമാണോ? നിങ്ങളുടെ നാട്ടിലത്തെ പണി നോക്കുമ്പോ ഇവിടെയാണോ സുഖം, അവിടെ സുഖം? കൂലി എവിടെയാണോ കൂടുതൽ ഉണ്ടാക്കുക? നിങ്ങളുടെ നാട്ടിലാണോ കേരളത്തിലാണോ? പണി നമ്മളെ നാട്ടിലെ സുഖമാണ്. എന്താ അറിയോ, നമ്മളെ നാട്ടിലെ വല്ല കല്ല് പൊന്തനല്ല, സ്റ്റിക്കർ പണിയാണ്. സ്റ്റിക്കർ എത്ര ഒരു 5 കിലോ ഉണ്ടാവും. സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് കേട്ടോ, അത് കാര്യം മനസ്സിലാക്കണം. സ്റ്റിക്കർ നമ്മളെ നാട്ടിൽ സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന സ്റ്റിക്കർ വരിക. അപ്പൊ ഇവിടെ സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടില്, അതായത് ബംഗാളി നാട്ടിൽ എവിടെ ഈറ്റ ഈ സ്റ്റിക്കർ അപ്പൊ എവിടെ പറയാ? ഇഷ്ടിക്കാണ് സ്റ്റിക്കർ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ അവിടെ സ്റ്റിക്കർ പഠിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം കൂലച്ചേട്ട മേസനെ അവിടെ ഇപ്പൊ 600 കൂടി ഉണ്ടാവും. 600 ഹെൽപ്പർക്ക് ഒരു 450-400 ഒക്കെ ഉണ്ടാവും. 450-400 ഉണ്ടാവും. 2 ടൈം ഫുഡ് ഉണ്ടാവും. 2 ടൈം ഫുഡ് ഉണ്ടാവും. ഫുഡ് പറഞ്ഞാ ഡെയിലി ബീഫ് ഉണ്ടാവും ഉച്ചക്ക്. രാവിലെ പൊറോട്ട ചായ ഒക്കെ ഉണ്ടാവും. ഡെയിലി ബീഫ് ഉണ്ടാവും. ഡെയിലി ഉണ്ടാവും. ബീഫ് ഇല്ലെങ്കിൽ പണിക്ക് പോകില്ല. നമ്മളെ കേരളത്തിലെ മാറിയില്ല. എങ്ങനെ പേടിയുണ്ടാവും, എവിടെ ചൂക്ക പറ്റൂല, അവിടെ ചൂക്ക നിങ്ങളെ കാറാർ പിടിച്ചില്ല, അവിടെ കാറില്ല. അവിടെ കൂലിക്ക് പോകുമ്പോ ഡെയിലി ബീഫ് വേണം, ഇല്ലെങ്കിൽ ആരെ പണിക്ക് വരില്ല. അവിടെ ഫുള്ള് ബീഫ് ആക്കാരം. ടൈം ബീഫ് വേണം. ഒരു നേരം രാവിലെ ആയാലും ഉച്ചക്കായാലും ഒരു നേരം ബീഫ് വേണം. ഓക്കെ. അപ്പൊ അവിടെ കൂലി ബേസിന് എത്രയാണ്? 600. ഒരു പടവേറിന് 600 രൂപ കേട്ടോ ബംഗാളിലെ കൂലി. ശ്രദ്ധിക്കുക, നമ്മുടെ നാട്ടിലെ കേരളത്തില് ഇവിടെ 1200 രൂപയാണ് കൂലി. കൂലിനെ ചത്തു പാനിയല്ലേ, അത് പൊളിച്ചു. അവിടെ നിങ്ങളെ നാട്ടില് നിങ്ങൾ എത്ര മണിക്കാ പണിക്കിറങ്ങ? അവിടെ 8 മണിക്ക് പോവും. പിന്നെ 2-3 വട്ടം റെസ്റ്റ് എടുക്കും. 10 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് എടുക്കും. 3-4 മണിക്ക് പോകും. 4 മണിക്ക് പണി മാറ്റും. 3 മണിക്ക് പണി മാറ്റും. അപ്പൊ 2 ടൈം ഉണ്ടെങ്കിൽ 5 മണി. 2 മണിക്കൂർ റെസ്റ്റ് ഉണ്ടാവും. ഉച്ചക്ക് 2 മണിക്കൂർ റെസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിനിടയ്ക്ക് 2-3 വട്ടം കയറി റെസ്റ്റ് എടുക്കും. പിന്നെ നിങ്ങൾ 3 മണിക്ക് പണി മാറ്റുകയും ചെയ്യും അല്ലേ? നിങ്ങൾ അവിടെ 1 കിലോ അരിക്ക് എന്താ വില? അവിടെ ഇപ്പൊ അതില് വില നല്ല 40 രൂപ ഒക്കെ വില ഉണ്ട്. 40 രൂപ അവിടെ ഉണ്ടോ? ഇപ്പൊ റേഷൻ പീടിയിലെ അരി 32-30 ഒക്കെ ഉണ്ട്. അപ്പൊ വേറെ അരി വാങ്ങുമ്പോ ഇത് 40-35 അങ്ങനൊക്കെ ഉണ്ട്. പഞ്ചസാരക്കോ? പഞ്ചസാരൊക്കെ ഇപ്പൊ 40 രൂപയാണ്. 40 രൂപ ഉണ്ടല്ലേ? അപ്പൊ ഇവിടെ കേരള അവിടെ ഒരു മാറി തന്നെ വില, ചെറിയ സാധനത്തിന് വില കുറെ മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ ബാക്കി ബാക്കിയുള്ള ഏത് സാധനമൊക്കെ ഒരേ വില ഉണ്ടല്ലേ? വില ഉണ്ട്. ഓക്കെ.